Evaluate integral from -2 to 2, integral minus root of 4 minus y square to root of 4 minus y square e raised to minus of x square plus y square dx dy using polar coordinates. ഇപ്പൊ പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഈ ഇന്റഗ്രേഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിനെ അറിയുന്ന കാര്യമാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, ആർ സ്ക്വയർ ആണ്. അതുപോലെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർ കോസ് തീറ്റയാണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ സൈൻ തീറ്റയാണ്. പിന്നെന്താ നമുക്കറിയാം, ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആർ ഡി ആർ ഡി തീറ്റ. ഇത് തിരിച്ചാണെങ്കിലും ഡി എക്സ് ഡി വൈ ആണെങ്കിലും ഇങ്ങനെ തന്നെ ആർ ഡി ആർ ഡി തീറ്റ എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തെന്നാണ്, ഇന്റഗ്രൽ ഓഫ് -2 to 2, ഇന്റഗ്രൽ ഓഫ് minus of 4 minus y square root of 4 minus y square e raised to minus of x square plus y square dx dy. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ ഇവിടെ dx ആണ്, അതിന്റെ അർത്ഥം എന്താണ്, എക്സിന്റെ ലിമിറ്റ് ആണ്. നിങ്ങൾക്ക് എക്സ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ എനിക്ക് എക്സ് സ്ക്വയർ എടുത്താൽ എന്താവും, 4 മൈനസ് വൈ സ്ക്വയർ അല്ലേ, ലെഫ്റ്റിക്ക് വിട്ടണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി, 4 കിട്ടിയില്ലേ. അപ്പോ നമുക്ക് റേഡിയസ് എന്ത് കിട്ടി, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആന്ന് കിട്ടി. ആറിന്റെ വാല്യൂ എന്താ, 2 അല്ലേ. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് എഴുതാം റേഡിയസ്. പക്ഷെ റേഡിയസ് എപ്പോഴും പോസിറ്റീവ് അല്ലേ, അതുകൊണ്ടാണ് ആർ ഈക്വൽ ടു 2 എന്ന് എഴുതിയത്. ഇനി ഇത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എന്ത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതായിരിക്കും അതിന്റെ റേഡിയസ്. അതായത് 0 തൊട്ടിട്ട് 2 വരെയല്ലേ റേഡിയസ് ഇതില് ചേഞ്ച് ആവുക, കാരണം ആറ് 2 ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ്, ഇത് മൊത്തം ആംഗിൾ എത്ര, 2π എന്നറിയാലോ നമുക്ക് സർക്കിളിന്റെ. അപ്പൊ നിങ്ങളുടെ തീറ്റ ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ടിട്ട് 2π വരെയും റേഡിയസ് ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ടിട്ട് 2 വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാം, 0 to 2π integral of 0 to 2 e raised to minus of x square y square എന്തെന്ന് എഴുതാം, r square into dx dy നമുക്ക് എന്തെന്ന് എഴുതാം, r dr d തീറ്റ. കാരണം തീറ്റയുടെ അല്ലേ നമ്മൾ പുറമിട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്റഗ്രൽ 0 to 2π ഇത് ഇപ്പൊ ഞാന് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഞാനിപ്പോ ടി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എടുക്കാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി ടി ബൈ ഡി ആർ എന്താ, 2r അല്ലേ. എന്റെ ഡി ടി എന്താ, 2r dr അല്ലേ. അപ്പോ നമുക്ക് ഇതിനെ 0 to 2π ഇന്റഗ്രൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് അല്ലെ. ഞാൻ ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, ഇന്റഗ്രൽ ഓഫ് അപ്പൊ ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു ആർ സ്ക്വയറിന് പകരം നിങ്ങൾക്ക് എന്താണ് ടി ആണ്, ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ആർ ഡി ആറിന് പകരം എന്തെന്ന് എഴുതാ, ഡി ടി ബൈ 2 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഡി ടി ബൈ 2 അതായത് 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടിനെ ഇന്റഗ്രേറ്റ് ചെയ്ത ഇ റേസ് ടു മൈനസ് ടി ബൈ -1 അല്ലേ. അതായത് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് -1/2 ഇ റേസ് ടു മൈനസ് ടി എന്നാണ് കിട്ടുക. ഇനി ഇതിന് എന്തെന്ന് വാല്യൂ കൊടുക്കുക, ടിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആർ സ്ക്വയർ തന്നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാട്ടോ. ആർ സ്ക്വയർ കൊടുത്തു, ലിമിറ്റ് 0 to 2 ഡി തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to 2π -1/2 പുറത്ത് നിൽക്കാം, കോൺസ്റ്റന്റ് അല്ലേ. പിന്നെ ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയറിന് വാല്യൂ കൊടുക്കണം. ആദ്യം 2 കൊടുക്കുക, അപ്പോൾ എന്തെന്ന് കിട്ടും, ഇ റേസ് ടു മൈനസ് 2 സ്ക്വയർ മൈനസ് ഇ റേസ് ടു 0 ഡി തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയില്ലേ, അതായത് ഇ റേസ് ടു -4 -1 ഇൻറ്റു
ഇന്റഗ്രൽ 0 to 2 pi d theta എന്ന് വരും അല്ലേ? അപ്പം ഈ നെഗറ്റീവ് വേണമെങ്കിൽ എനിക്ക് ഉള്ളിലേക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതാം 1/2 into 1 minus e raised to minus 4. d theta നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തെന്ന് കിട്ടും? തീറ്റ. ലിമിറ്റ് 0 to 2 pi. So that is equal to 1 minus e raised to minus 4/2 into ഇവിടെ എന്തെന്ന് വരും? അപ്പർ ലിമിറ്റ് 2 pi minus 0. അപ്പോഴത്തേക്കും 2 get cancelled. എന്തെന്ന് വരും? pi into 1 minus e raised to minus 4. Okay. Evaluate integral 0 to 3, integral 0 to 2, integral 0 to 1 x, y, z, dx, dy, dz. Okay. അപ്പൊ നമുക്ക് integral of 0 to 3, integral of 0 to 2, integral of 0 to 1 x, y, z, dx, dy, dz. Okay. That is equal to integral of 0 to 3, integral of 0 to 2, integral of 0 to 1. ഇത് നോക്കാം. നമുക്ക് ഏറ്റവും പുറമെ കിടക്കുന്നത് എന്താണ്? dz ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക zdz ആണ്. പിന്നെ dy അല്ലേ? dy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഇന്റഗ്രേഷൻ y-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തെന്ന് എഴുതാം? y dy എന്ന് എഴുതാം. ഇനി അതിന്റെ പുറമത്തെ ഏതാണ്? x dx. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നേരെ ചെയ്യാൻ പറ്റുന്നത്. അഡീഷൻ ഒന്നും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ആദ്യത്തേനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 എന്ന് കിട്ടും. വാല്യൂ 0 to 3. ഇനി y-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 വാല്യൂ 0 to 2. z-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z²/2 വാല്യൂ 0 to 1. That is equal to 3²/2 into 2²/2 into 1²/2. Okay. But 9 into 4 into 1 divided by 8. 9/2. സിമ്പിൾ അല്ലേ? ഇത് പ്രൊഡക്റ്റ് അല്ലാത്ത കേസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം dz വെച്ച് ചെയ്യണം, പിന്നെ dy വെച്ച് ചെയ്യുക, പിന്നെ dx വെച്ച് ചെയ്യുക. ഓക്കെ.